ഇപ്പം വരുന്ന ബുധനാഴ്ചയാണ് ഇപ്പം ഡെലിവറിയുടെ ഡേറ്റ് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഈ പ്രശ്നം നടക്കുന്നത്. വീട്ടിൽ ഈ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. ഞാൻ കണ്ണാലെ കാണുന്നുണ്ട്. അപ്പം ഒരു വൈഫും കാണാൻ പറ്റാത്ത രീതിയിൽ ഞാനത് കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര എനിക്ക് നേരെ ഇരിക്കാൻ പറ്റില്ല. ഇത്ര പൊക്കമല്ലേ ഉള്ളൂ. അപ്പം അന്ന് നല്ല തടിയാണ്. അപ്പം ഒരു 3.5 കിലോ ഉണ്ട്. മോനാണെന്ന് ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളെ തല്ലിയെന്നുള്ള ഒരു സത്യമാണ്. പിന്നെ ഞാൻ എന്ത് പൂജിക്കണോ? എന്റെ ബെഡ്റൂമില് വേറെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തു. അപ്പൊ പറഞ്ഞു നിന്റെ വൈഫ് എന്നെ തല്ലിയത് കണ്ടില്ലേ, ഇതാണോ നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു ഈ പുള്ളിക്കാരി ഇങ്ങനെ ആളെങ്ങനെ ആക്കുവാണ്. അത് വാവയുടെ തല ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് അറിയാൻ പറ്റും ഏത് സൈഡിൽ എപ്പോ ഇരിക്കണം എന്നുള്ള എനിക്ക് അറിയാൻ പറ്റും. കറക്റ്റ് ഇങ്ങനെ കറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് എനിക്ക് അതിങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ നിന്ന് എന്നെ ഈ പുള്ളി പിടിച്ച് തള്ളി. നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് തള്ളിയപ്പോ എനിക്ക് ബാലൻസ് പോയി. ഞാൻ കവിഞ്ഞ് വീണു. ഞാൻ വീഴുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് ബോധം പോകുമ്പോഴത്തേനും പുള്ളി അവളോട് പറയുന്നത് നീ ഡ്രസ്സിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, കുറച്ച് സീനുണ്ട്, ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ബോധം പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ബോധം വരുന്നത് ICUലാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനായിരുന്നു, കുറച്ചധികം സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട്, കണ്ണ് പൊട്ടിപ്പോയി, ഫേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മെഡിക്കൽ വേസ്റ്റ് ആക്കുവാണ്, തരാൻ നിർവാഹമില്ല, അവരുടെ റൂൾസ് ആണെന്ന് പറഞ്ഞു. നമസ്കാരം. അഭിലാഷ് ആട്ടയാണ്. ഒരു ചെറിയ കലാകാരനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടതാരമായ ഞാൻ ഒരാളെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. സിനിമ, അതുപോലെ സോഷ്യൽ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അങ്ങനെ പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി കണ്ണകിയാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. കണ്ണകി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു സ്ത്രീയായിട്ട് ഞാൻ തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ പവറാണ്. വളരെ പറഞ്ഞു, ഒരു ആണിൻ്റെ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്താണെന്ന് തിരിച്ചു വയ്ക്കുന്ന ഒരു ധൈര്യം, തൻ്റെ ഇടം, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കാരണം നല്ലതിന് നല്ലതെന്ന് പറയും. എന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരാളാണ് കണ്ണകി. തീർച്ചയായിട്ടും. സാധാരണ അതാണ് പതിവ്. ഞാനിത് പറഞ്ഞതിന് വെളിയിൽ നിന്ന് പൊറോട്ടയും ചിക്കനൊന്നും എനിക്ക് വാങ്ങി തരില്ല. ഇത് എൻ്റെ ഉള്ളിൽ തന്നൊരു ആശയം അങ്ങ് പറഞ്ഞെന്നുള്ളൂ. പരിചയപ്പെടുത്തുക പ്രേക്ഷകർക്ക് വേണ്ടി. ഹായ്, എന്നെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എൻ്റെ റീൽസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കുറേ ഹേറ്റേഴ്സും ഉണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ എൻ്റെ ലൈഫിലാണെങ്കിലും തെറ്റ് കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വേണ്ട. തീർച്ചയായിട്ടും വേണം. പിന്നെ ഒരു വീഡിയോസ് വൈറലായിരുന്നല്ലോ, ഒരാൾ ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോസ്. ഭയങ്കര ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിലുള്ളത് പോലെ എനിക്ക് ക്യാഷ് പേയ്മെന്റ് കിട്ടുമ്പോൾ ഞാൻ നമ്മുടെ എടപ്പള്ളിയിൽ ആൾക്കാർക്കൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കും. വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്റെ നാട്ടുകാരായ കുറെ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട് ഇവിടെ. ഇപ്പോ ലുലുവിലത്താണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കും അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നത്. അത് ഭയങ്കര വൈറലായി പോയി. കാരണം എന്ന് വെച്ചാൽ അത് ഇയാളുടെ പേജിൽ മാത്രമല്ല, ഒരുപാട് ഷെയർ ചെയ്തു. കഴിഞ്ഞ മാസം എന്റെ കാല് ഫ്രാക്ചർ ആയിരുന്നു. ഓൾറെഡി കമ്പ്യൂട്ടറിന്റെ കാലാണ്. അപ്പം പാദ ഫ്രാക്ചർ ആയപ്പം ഭയങ്കര പ്രശ്നമായിരുന്നു, നടക്കാൻ പറ്റില്ല. 1.5 മാസം റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോ ഞാൻ നെക്സ്റ്റ് ഒരു ദിവസം സ്റ്റേഡിയത്തിൽ പോയപ്പോ പുള്ളി ഓർത്ത് വെച്ചിട്ട് കാലം എങ്ങനെ ഉണ്ട്, അതായത് ഞാൻ ഒരു നേരമെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കുന്ന ആ ഒരു സ്നേഹമല്ലേ ഞാൻ റൈറ്ററാണ്. എൻ്റെ ഒരു മാഗസീൻ ഓൺഗോയിങ് ആണ്. എൻ്റെ സ്വന്തം ബുക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ 2 സ്ക്രിപ്റ്റിന്റെ പണിപ്പുരയിലാണ്. പിന്നെ കുറച്ച് മൂവീസിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദുരനുഭവമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ സിനിമയാണ് നമ്മുടെ അഭിലാഷ് സാറിന്റെ കൂടെ ഉണ്ടല്ലേ, ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അഭിലാഷ് പിള്ള അല്ലേ? ഒരു വലിയൊരു ഭാഗ്യം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമയില് എന്തെങ്കിലും, അതായത് അഭിനയം എന്തോ ആയിക്കോട്ടെ, അത് വലിയൊരു പുണ്യം ചെയ്ത. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ലാസ്റ്റ് ഇറങ്ങി സുമതി വളവൊക്കെ ഗംഭീര പടമായിരുന്നു, നല്ല സിനിമയായിരുന്നു. ചേട്ടൻ നല്ലൊരു റൈറ്റർ ആണ്. അതിലുപരി നല്ലൊരു മനുഷ്യനാണ്. പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ പരിചയം ഇങ്ങനെ ഈ സിനിമാ മേഖലയിലൂടെ 3-4 വർഷം കൊണ്ടുള്ള പരിചയമാണ്. ഞാനും അത്യാവശ്യം എഴുതും, അങ്ങനെയുള്ള പരിചയമാണ്, അങ്ങനെ കണ്ടുള്ള പരിചയമാണ്. എൻ്റെ അടുത്ത് എപ്പോഴും എഴുതാൻ പറയും, നീ എഴുത്, നിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ആക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ആവട്ടെ, ഒരു സിനിമ വരട്ടെ അല്ലേ? കാരണം അപ്പൊ പുതുമുഖമായ നായകന്മാരെ തേടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഞാൻ
ഇപ്പൊ ആരെങ്കിലും തേടുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ആരെങ്കിലും കേട്ടോ അറിയാലോ ഒന്ന് നോക്കുക കേട്ടോ. കാരണം വെച്ചാൽ ഈ മുഖം ഓർമ്മ വേണം. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചോദിച്ചു വന്നേക്കരുത്. എന്റെ സിനിമയില് അങ്ങനെ ഒരു ഞാൻ ചെയ്യത്തില്ല. ഞാനത് പറയാൻ റീസൺ എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണായതുകൊണ്ട് എനിക്ക് പല സിനിമയിലും ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാനുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഡയറക്ടർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, പ്രൊഡ്യൂസർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ പൈസ ഇറക്കുന്ന ആൾ ഇപ്പൊ അത്യാവശ്യം ഒരു പുതുപ്പണക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു 2 മാസം മുന്നേ എനിക്കൊരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആള് ബഹ്റൈനിലാണ്, കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി സിനിമ എടുക്കണം എന്നുള്ള മോഹത്തിൽ വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഞാൻ പ്രൊഡ്യൂസറെ കിട്ടിയല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. സ്ക്രിപ്റ്റ് കാണിച്ചപ്പോ പുള്ളി പറയുവാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു ടീമിലുണ്ട് ഞാൻ. പുള്ളിക്ക് ഡയറക്ടർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, അതിലുപരി ആഴ്ചയിൽ ഒരു 4 ടൈംസ് എങ്കിലും പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഇത് ഞാൻ എന്റെ പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആസ് എ സ്ത്രീ എനിക്കത് വലിയൊരു ചോദ്യചിഹ്നമാണത്. അതെ, തീർച്ചയായിട്ടും. ഇയാള് ഒരു ഉളുപ്പില്ലാതെ അങ്ങനെ ചോദിക്കുവാണ്. ആൾക്ക് ആഴ്ചയിൽ ഇപ്പം 55 ദിവസത്തെ ഷെഡ്യൂളാണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. ഒരിക്കലും ആ പറഞ്ഞ വ്യക്തി സിനിമയായിട്ട് ഒരു പുല്ലുമില്ല, ഒരു ബന്ധമില്ല. കാരണം സിനിമ ജെനുവിനായിട്ട് സിനിമാക്കാർ ചോദിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഉണ്ടല്ലോ, ഈ പെട്ടെന്നൊരാൾ പറയുമ്പോൾ അത് ഞാൻ സിനിമ പിടിക്കണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിച്ചു പോയില്ലേ. അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഇല്ലേ, അപ്പൊ ആ ഒരു പാഷൻ ആയതുകൊണ്ട് അത് സംഭവിക്കണം. അല്ലാണ്ട് സിനിമാക്കാർ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവര് ഒരു നടനോ അതായത് ഡയറക്ടറോ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് കേരളം മൊത്തം റെക്കോർഡിംഗ് ആണ് ഫോണ്. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ബാധിക്കുന്ന കേസാണ്ട് അവരങ്ങനെ പറയില്ല. പിന്നെ അത് മാത്രമല്ല അവർ എന്താ പറയുക വ്യക്തിപരമായിട്ട് പോലും വിളിച്ച് പറയത്തില്ല. ഇത് സിനിമ റിപ്പോർട്ടിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിനിമയില് നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള ആളുകളാണ് പേരാണ് വന്നത്, അല്ലാതെ പുതിയ ആളുകളുടെ പേരല്ല. ഓക്കെ, മനസ്സിലായി. പക്ഷേ എന്ന് പറഞ്ഞാണല്ലോ ഇതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് ഒന്നും ഈ കേരളത്തിൽ നടക്കത്തില്ല. ആണോ? പറഞ്ഞത് കറക്റ്റ് ആട്ടോ. ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നോ മീൻസ് നോ തന്നെയാണ്. പറയാതെ ഒന്നും സംഭവിക്കാൻ പോകില്ല പറഞ്ഞ് അതിനോട് യോജിക്കുന്നുണ്ടോ? ഏതാ ചില സ്ത്രീകളാണെന്നെങ്കിൽ പോലും പക്ഷേ സുഹൃത്തെ ഞാനൊരു കാര്യം അതെനിക്ക് പറയാനുണ്ട്. അവസരം കിട്ടുമല്ലോ എന്നോർത്ത് ഇപ്പൊ ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറാണ്, എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്നൊരു പെൺകുട്ടി സാർ ഞാൻ എന്ത് വേണോ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു അഡ്വാൻസ് റിട്ടേൺ കൊടുക്കണം, വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര കയ്പായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഞാൻ പറയട്ടെ, ഇപ്പൊ അദ്ദേഹം പറയുന്നു ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. എൻ്റെ ഒരു അഭിപ്രായമാണ്, പണ്ട് സിനിമയില് ഇന്ന് കാണുന്ന പോലെ ഒരു രീതിയില്ല. ഇന്നാണ് സിനിമയെ മുതലെടുക്കുന്നത്. പണ്ടത്തെ ഒരു അതായത് ഒരു രീതിയിലും ലേഡീസിന് മോശമായി പെരുമാറിയ ഒരു ചരിത്രമില്ല. മനസ്സിലായില്ലേ? ആണോ അല്ലയോ? സംഭവം പണ്ട് മുതലേ ഉണ്ട്. പണ്ട് മുതലേ ഉണ്ടെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഇപ്പോഴാണ്. സുഹൃത്തെ ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് നമ്മുടെ ഇപ്പൊ ഞാൻ ശശാർ IV ശശാറിന്റെ സിനിമകൾ ഞാൻ കാണുന്നതാണ്. IV ശശാറിന്റെ സിനിമകൾ, പത്മരാജൻ സാറിന്റെ പടമൊക്കെ ഞാൻ കാണുന്നതാണ്. അതില് ഒരു ഫാമിലി പോയിരുന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് സീൻസ് ഉണ്ട്, കിടപ്പറ രംഗങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? പക്ഷെ അത് അന്ന് ആ ഒരു ഫാമിലി മൊത്തമായിട്ടിരുന്ന് പോയി കാണുമായിരുന്നു. ഇന്നത്തെ സിനിമകളിൽ മോശമായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചിലവർ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ പണ്ടത്തെ സിനിമകളിൽ അതൊന്നും നോക്കാണ്ട് ആളുകൾ പോയിരുന്ന് കാണുമായിരുന്നു ഇല്ലേ? അപ്പൊ എന്ന് വെച്ച് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതാ അതൊന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ല, അതിനെ കുറിച്ച് ഞാൻ പറയാം. ഇത് നടക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പൊ സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇതുണ്ട്. തീർച്ചയായിട്ടും. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസ് ആണ്, അവരുടെ കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറഞ്ഞില്ലേ ഇദ്ദേഹത്തിനെ ആര് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് അവസരമാണെന്ന്. അത് എനിക്ക് ജെന്യുവിനായിട്ട് തോന്നുന്നില്ല. അത് സിനിമയെ ആളുടെ വീട്ടിൽ ചെല്ലാനാണ് പറഞ്ഞത്. ഞങ്ങള് 4 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് പറയാലോ എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്. സോ ഞാൻ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. RDXൽ എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞ് എന്നെ IMA ഹൗസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെയുള്ള. അന്ന് മുതൽ പ്രശ്നങ്ങളാണ്. ആക്ച്വലി ഞാൻ നന്നായിട്ട് റിയാക്ട് ചെയ്തു. പുള്ളി അതിഭയങ്കരമായിട്ട് എന്നെ ചീത്തയൊക്കെ പറഞ്ഞു. ഞാൻ ആക്കിയല്ലോ, അത് ഞാൻ ആക്കിയല്ലോ. ഞാൻ ആക്കിയല്ലോ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതിരി RDX മൂവി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ കുലസ്ത്രീയാണോന്ന്. അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ സിനിമയില് എനിക്ക് നല്ല പോലെ ഇതിനേക്കാളും നല്ല പോലെ പേരെടുക്കാം. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ RDX എന്ന് പറഞ്ഞ മൂവി എനിക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. അത് വേറൊന്നുമല്ല,
ഞാൻ ആ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തതാണ്. നല്ലൊരു വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് മൊത്തം കാണിച്ച് ഒരു കത്തി എടുത്തിട്ട് ലാസ്റ്റ് സീനിൽ അറിയാം ഷൈൻഡേക്കോ ലാൽ സാറും കൂടെ റൂമിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആളുടെ കയ്യിൽ നിന്ന് കത്തി താഴേക്ക് പോകുന്നുണ്ട്. വീഴുമ്പോഴാണ് ആ സൗണ്ട് കേട്ടിട്ടാണ് ലാസ്റ്റ് ഒരു രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ കത്തി എടുത്തിട്ട് ഫേസിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന രംഗം ക്ലോസോട് കൂടി ചിത്രീകരിച്ചതാണ് നഹാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ആ സിനിമ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കത്തി എടുത്ത് ഇങ്ങനെ പിടിക്കണം മാത്രം, തലയില്ല. അപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയപ്പോൾ ഞാൻ നഹാസ് ഭായിനെ വിളിച്ചു. നഹാസ് പറഞ്ഞ് അടുത്ത പടത്തിൽ നമുക്ക് നോക്കാം, അതൊക്കെ ദൈവത്തമ്പുരാൻ അറിയാം. പക്ഷേ എനിക്കൊരു വിഷമം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കിട്ടിയൊരു വേഷമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആയിട്ടാണ് ആ വേഷം ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ലുക്കിനനുസരിച്ച് ഒരു വേഷം കിട്ടിയാണ്. കട്ട് ചെയ്തെന്ന് അറിയില്ല, ലെങ്ത് കൂടുതലാന്ന് പറയും. എന്ത് ലെങ്ത്? അതൊരു പെണ്ണായിരുന്നെങ്കിൽ വിത്ത് ക്ലീവേജ് സഹിതം വിത്ത് തല അവര് കാണിച്ചേനെ. അപ്പൊ എനിക്കതൊരു ഇതായി. പക്ഷെ തുടർന്ന് ദുൽഖർ സൽമാന്റെ പടത്തിൽ ഞാൻ ചെയ്തായിരുന്നു. ഞാനും സുമേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൈങ്കിളി സിനിമയിൽ വില്ലനായിട്ട് ചെയ്തിട്ടുള്ള ഒരു മുട്ടത്തലയൻ സുമേഷ്, അറിയില്ലേ സുമേഷ്? അവന് ഞാനും ഫസ്റ്റ് കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു വാനിന്റെ ഫ്രണ്ടിൽ നിന്ന് വെട്ടിക്കൊല്ലണയായിട്ടാണ് ദുൽഖറിന്റെ പടത്തിൽ ചെയ്തത്. അല്ല, പക്ഷെ ആ ഡയറക്ടർ പറഞ്ഞു ഞാൻ പറയട്ടെ, അഭിലാഷ് ജോഷി സാറിന്റെ മോനായിരുന്നു ഡയറക്ട് ചെയ്ത്. അപ്പൊ നല്ല ഒരു പെരുമാറ്റം. അപ്പം പറഞ്ഞു അഭിലാഷ് ഈ സംഭവം ഇതായിട്ട് കാണിക്കുള്ളൂ, അങ്ങനെ വലിയ തെളിച്ചു തന്നോണ്ട് സാർ ഇത് മതി എന്ന് പറയാം. പുള്ളി തുറന്നു പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനമായിട്ട് അത് മിന്നി പറഞ്ഞ് ഞങ്ങൾ പോണേന്ന് പറഞ്ഞു. അന്ന് അപ്പം ഞങ്ങൾ കാര്യമില്ല. പക്ഷെ സുമേഷിനും സങ്കടമായിരുന്നു, ഞങ്ങൾ നമ്മുടെ ബേസ് ഒന്ന് തെളിച്ച് കണ്ടായിരുന്നെങ്കിൽ. പിന്നീട് ഞാൻ നോക്കിയ പൈങ്കിളിയിൽ അവൻ അടിപൊളി വേഷം, സാഹസത്തിൽ നല്ല വേഷം, ഇപ്പോൾ പുതിയ സിനിമയിലേക്ക് വന്നു. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ദൈവാനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ കയറി വരും. ഇപ്പം അച്ഛൻ രാജശ്രീ ആണെങ്കിലും ഒരു ചെറിയ കണ്ണകയാണെങ്കിലും ഇനി പേരുണ്ടോ? ഇല്ല. ഓ സന്തോഷം. അപ്പം ഒരു വേഷം ചെയ്യുന്നൊരു ക്ലിച്ച് പിടിച്ചു നിന്നിരിക്കട്ടെ, അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു ഇത്. മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ വരും. സുമേഷ് ഞാൻ അഭിനന്ദിക്കുന്നു, ഇനി അവസരങ്ങൾ കിട്ടട്ടെ. സിനിമയിൽ അഭിനയത്തിനോടാണ് കൂടുതൽ താല്പര്യം. ഞാൻ റൈറ്ററാണ്. കഥയാണ് കഥ റൈറ്റിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. ആക്ടിങ് ഇഷ്ടമാണ്. ടാറ്റു ക്രൈസ് ഉണ്ട്, അത്യാവശ്യം നല്ല ടാറ്റു ക്രൈസ് ഉള്ള ആളാണ്. ശരി. യെസ്. കൂടുതലും ഫ്ലവേഴ്സും ഇലകളും പൂക്കളൊക്കെ കാണുന്നത്. പ്രകൃതി ഭയങ്കര ഇഷ്ടമാണോ? പ്രകൃതി നമ്മളിപ്പം എന്ത് വിചാരിച്ചാലും അത് യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് എന്നല്ലേ. സോ പൂക്കൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ സെലക്ട് ചെയ്യുന്ന ടാറ്റൂസ്? ഇതൊക്കെ എൻ്റെ ഡിസൈൻസ് തന്നെയാണ്. ഇത് ഞാൻ ആർട്ടിസ്റ്റിനെ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അവർ ചെയ്തു തരുന്നതാണ്. ഞാൻ ഒബ്രോൺ മോളിലാണ് ചെയ്യുന്നത്, -1 ദ ബോഡി ആർട്ട് ടാറ്റു എന്ന് പറയും. അവരുടെ വർക്ക് അടിപൊളിയാണ്, ഇഷ്ടമാണ്. പിന്നെ ഞാനിത് ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് ആകാംക്ഷമായിട്ട് ഞാൻ ഇത് എന്ത് ചെയ്തെന്ന് അറിയും. അതിപ്പോൾ നിങ്ങളോട് ചുമന്ന് പറഞ്ഞേക്കാം. എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇങ്ങനെ ഇത് ഇല്ലേ, ഞാനൊരു കരി എടുത്തുനിന്ന് വരച്ചു നോക്കി. ഭയങ്കര ലുക്കായിരുന്നു. പക്ഷെ കഴുകി കളഞ്ഞപ്പോൾ ആ കരിയോട് കൂടി പോയിരുന്നു. പൈസ അതിനെ പിന്നീട് മനസ്സിലായത്. ഞാനടുത്തേ കരി കൊണ്ടുള്ള പ്രയോഗം. ഈ കുത്തിയ രാജശില്പി ആരാണ്? രാജശില്പി ബോഡി ആർട്ടിലെ ചേട്ടന്മാരാണ്, അവരാണ് കുത്തിയത്. നന്നായിട്ടല്ലേ? അല്ലടോ, അല്ലല്ല, മുഖം മാത്രം കുത്താത്ത ഭാഗ്യം. കുത്തും, അയ്യോ അവിടെ അപ്പൊ വേറെ കാര്യം കൂടെ ഞാൻ പറയാണ്. അപ്പൊ ഇദ്ദേഹം നല്ല കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, നല്ല നല്ല കഥകളും കാര്യം. അപ്പൊ എന്തായാലും അത് നടക്കട്ടെ, മനസ്സിലായി? അതാണല്ലോ ലക്ഷ്യം അല്ലേ? കണ്ണകി ഞാൻ 1 ചെയ്തു, മൂക്കുത്തിയമ്മൻ ചെയ്തു, ചതുർമുഖം ചെയ്തു, പീസ് ചെയ്തു. പീസ് അല്ലല്ല, അതിലെല്ലാം AD ആയിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ. പീസ് എന്ന് പറഞ്ഞ നമ്മുടെ അനിലേട്ടൻ മരിച്ച മൂവിയിലെ തൊടുപുഴ അനിൽ നെടുമങ്ങാട്. മനസ്സിലായി. ആ ഒരു സിനിമ അല്ലേ, ലാസ്റ്റ് പടം അവിടെ. അതെ അതെ അതെ. ഒരു നിമിഷം അദ്ദേഹത്തെ ഓർക്കുവാണ്. റൈറ്റിംഗിലില്ല. ഇപ്പൊ കണ്ണയ്ക്ക് പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും പലരും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആരോടും പുറത്തു വിടാറില്ല. അതായത് എന്നെ വിളിക്കാറുണ്ട് ഒരു സിനിമ അല്ല, ഞാൻ പറഞ്ഞല്ല. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ തുടരും സിനിമ വന്നപ്പോ തന്നെ ലാലേട്ടൻ വിളിച്ചു പറഞ്ഞു, അഭിലാഷ പടം കണ്ടില്ലേ എന്ന് ചോദിച്ചു. ലാലേട്ടൻ എന്നെ വിളിച്ചു. അപ്പൊ പറഞ്ഞു വിളിച്ച് അത് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഹലോ അട്ടായല്ലേ, പടമൊന്നും കണ്ടില്ലേ കള്ള എന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്ന് എന്നെ കാണാൻ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു. പിന്നെ മമ്മൂക്ക കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അങ്ങനെ
വിളിക്കാറുണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ നോക്കി മിസ് കോൾ വന്ന് കിടക്കുക 10 മിസ് കോൾ. അങ്ങനെ നമ്മൾ പുറത്ത് വിടാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഒരു ഇതിൽ മീഡിയയിലും കൊടുക്കാറില്ല. ഇനിയിപ്പോൾ നയൻതാര പറഞ്ഞാൽ ചെന്നൈയിൽ വരികയാണെങ്കിൽ വിളിച്ചേരെ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ അഹങ്കാരം ഇതൊന്നും ഇല്ല. നമ്മളിങ്ങനെ ആൾക്കാർ വിളിക്കണേര്, നടന്മാര് വിളിക്കണതിന്റെ അഹങ്കാരം ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ അല്ലേ പേടി? ഞാൻ പുറത്തു വിട്ടാലേ, ഞാനത് കാര്യം പുറത്തു വിടാം. എന്താ മാഡത്തിന് ചോദിക്കണമെന്ന്? ഈ പൊതുവെ പറയാറുണ്ടല്ലോ, നമ്മുടെ എന്താ പറയാ, പഴയ കാലം മുതൽ പറയുന്നല്ലോ ഒരു സ്ത്രീ സൗന്ദര്യം, മുടി നല്ലോണം വേണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ ബോയ് കട്ട് ചൂസ് ചെയ്തത്? അത് പറഞ്ഞു തീർച്ചയായിട്ടും. സ്ത്രീ സൗന്ദര്യം മുടിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, നമ്മള് പലരും വർണ്ണിക്കാറ് നീണ്ട മുടിയുള്ള അങ്ങനെയൊക്കെയാണല്ലോ. അതെവിടെയോ കേട്ട പോലെ, നീണ്ട മുടിയുള്ള ഒരാളെ ആരും പറഞ്ഞ പോലെ എവിടെയോ കേട്ട പോലെ തോന്നി. വ്യത്യാസമായിട്ട് എന്തുകൊണ്ടാ? ഭയങ്കര കോൺട്രാസ്റ്റ് ആണല്ലോ ഇപ്പൊ. സ്റ്റൈല് ആണെങ്കിലും സാരിയും ബോയ് കട്ടും, അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് സ്റ്റൈല്. വേറൊന്നുമല്ല, കാരണം ഇത് കണ്ടുമ്പോ പേടി വരും ആൾക്കാർക്ക്. ഈ ഒരു അങ്ങനെ പറയല്ലേ, എന്നെ എന്തിനാ പേടിക്കണേ? അല്ല, ഈ മുടി വെട്ടി കഴിയുമ്പോൾ ഒരു പുരുഷൻ എന്നുള്ളൊരു അങ്ങനല്ലടാ. എന്താന്ന് വെച്ചാ എന്റെ പേഴ്സണൽ ലൈഫിലോട്ട് പോകേണ്ടി വരും. അതല്ലേ, മനസ്സിലായോ? എന്റെ പേഴ്സണൽ ലൈഫിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര അട്ടർ ഫ്ലോപ്പാണ് എന്റെ പേഴ്സണൽ ലൈഫ്. കുറച്ച് പറയുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. എപ്പോഴും ബോൾഡ്നെസ് കാണിക്കാനുള്ള ഒരു രീതിയിലായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ പലരും നടത്താറ്. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതാണോ? ലൈക്ക് ഇപ്പോ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഒരു ട്രോമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഫുൾ ഒരു കട്ട് അല്ലാതെ മുഴുവൻ മാറണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണമെന്നാണ് ഹെയർ സ്റ്റൈല് മാറ്റാന്നുള്ളത്. എനിക്ക് മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ 10 വർഷമായിട്ട് ഒരു വലിയ ഡിപ്രഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആങ്സൈറ്റി, ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തന്നെ മൂവ് ഓൺ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്തവണത്തെ ഓണത്തിന് പെട്ടെന്ന് പോയി അങ്ങോട്ട് മുടി ഇങ്ങനെ ആക്കിയതാണ്. യെസ്, ഓണത്തിനാണ് ചെയ്തത്. അപ്പോൾ അഭിലാഷേട്ടൻ തന്നെ, നീ മുടി കെട്ടിയോ? ഉണ്ടായിരുന്നു, മുടിക്ക് എന്തായിരുന്നു കുഴപ്പമെന്നാ പുള്ളി ആദ്യം ചോദിച്ചത്. നീ എന്തിനാ മുടി വെട്ടിയ? ഞാൻ പറഞ്ഞു, ചേട്ടാ എന്റെ മുടി കൊണ്ട് എല്ലാവരും കണ്ണു നോക്കിയ വെട്ടുന്നില്ലേ എന്ന് പറഞ്ഞു. മുടി ഇല്ലാത്തവരും ഒക്കെ. ഞാൻ വെട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ തന്നെ, എന്നാലേ ഞാൻ വെട്ടുള്ളൂ. അറിയാലോ, എന്നെക്കാളും നല്ല വെളുത്ത ഒരാളാണ് എന്നെ കല്യാണം കഴിച്ചത്. അപ്പം എന്റെ സ്കിൻ ടോണും പുള്ളിയുടെ സ്കിൻ ടോണും വെച്ചിട്ട് പുള്ളിയുടെ വീട്ടുകാർ തന്നെ എപ്പോഴും നിലവിളക്ക്, കരിവിളക്ക് എന്നുള്ളൊരു സാധനം ഇങ്ങനെ പറയുമായിരുന്നു. ഓക്കെ, ഞാൻ ഒരു ട്രഡീഷണൽ നായർ ഫാമിലി ഉള്ള ഒരു കൊച്ചാണ്. അപ്പം നായർ ആ ഒരു സംഭവം മാത്രം ഇങ്ങനെ പഠിച്ചു വന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയപ്പോഴത്തേന് എനിക്കത് വലിയൊരു, എന്നെ 19.5 ആയപ്പോൾ, എനിക്കിപ്പോൾ 31 വയസ്സുണ്ട്. എന്നെ 19.5 എന്നെ കെട്ടിച്ചു വിട്ടത്. ഓക്കെ, അപ്പം അന്ന് ആൾക്ക് 29 വയസ്സുണ്ട്. അപ്പം എനിക്ക് അറിയില്ല, എനിക്ക് അന്ന് ഇത്രയും മുടിയുണ്ട്, നല്ല മുടിയുണ്ട്. അപ്പം ഓൾറെഡി ആൾക്ക് 2 കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെണ്ണ് കെട്ടിച്ചാൽ മകൻ്റെ സ്വഭാവം നന്നാകും എന്നുള്ള രീതിയിലാണ് എന്നെ കെട്ടിച്ചു വിടുന്നത്. ഞാൻ ചെന്നപ്പോൾ അത് വേറൊരു ലോകമാണ്. പുള്ളി ജോബിനൊന്നും പോകത്തില്ല. 4 ആൺകുട്ടികളുള്ളതിൽ ഏറ്റവും ഇളയ ആളാണ്, ഫാമിലിയിലെ ഏറ്റവും ഇളയ കൊച്ചാണ്, ഒരു പണിക്കും പോകത്തില്ല. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഞാനും ഒരു ദിവസം പുള്ളി എന്നെ ആദ്യമായിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോവാണ്. ഒരു കല്യാണം കഴിഞ്ഞ് 2.5 വർഷത്തിന് ശേഷമുള്ള എന്നെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്, കൂടെ പോകുന്നത്, എന്നെ പുറത്ത് പുള്ളിയുടെ കൂടെ കൊണ്ടുപോകുന്നത് 2.5 വർഷത്തിന് ശേഷമാണ്. അങ്ങനെ പോകണ്ടായിരുന്നു. എൻ്റെ മുടി പോകത്തില്ലായിരുന്നേ. അന്നുണ്ടല്ലോടാ, ഞാൻ മുടി ഇതുവരെ ഞാൻ പിന്നി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഉണ്ട്, ആക്ച്വലി നല്ല മുടിയുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേനും അന്ന് തിയേറ്ററിൽ കുറേ ആൾക്കാർ എന്നെ നോക്കി. ഇയാൾ തിരിച്ചു വന്നിട്ട് എന്നെ അന്ന് കുറേ തല്ലി. ഇയാൾ എന്നെ സിഗരറ്റൊക്കെ വെക്കും, എന്നെ സിഗരറ്റിന്റെ പൊള്ളിക്കും, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ബെൽറ്റിനൊക്കെ അടിക്കും, അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം വന്നപ്പോഴത്തേനും നെക്സ്റ്റ് ഡേ നോക്കിയപ്പോഴത്തേനും ഈ ഫിഷ് കട്ട് ചെയ്യുന്ന കത്രികയില്ലേ, അത് വെച്ചിട്ട് ആളെൻ്റെ മുടി മുറിച്ചതിന് ശേഷം എനിക്ക് മുടി വളർന്നിട്ടേ ഇല്ല. അയ്യോ, അങ്ങനെ ഒരു ട്രോമയുണ്ട്. അപ്പം അത്രയും വലിയൊരു മുടി പോയപ്പോഴത്തേനും മുടിയിൽ പിന്നെ മുടി വളർന്നിട്ടില്ല എനിക്ക്. അപ്പം പുള്ളി വിമണൈസറാണ്. എനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിക്കും, എന്തിനാ ഇങ്ങനെ? അപ്പം പിന്നെ എന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പറയും, പുള്ളിയുടെ ആ ഒരു വേ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം പറയാവോ? പറയുന്നൊരു കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിത് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്റെ ട്രോമയിൽ മൂവ് ഓൺ ചെയ്യണം, ഇപ്പൊ ജെന്യൂനായിട്ട് ഓപ്പൺ ആയിട്ട് ഇത് പറയുന്നതിന് ഇപ്പൊ എന്തോ ഒരു കുഴപ്പമില്ല. അതെല്ലാം കേസൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഡിവോഴ്സ് വാങ്ങി 2018 ജനുവരി 3-ാം തീയതി ഡിവോഴ്സ് വാങ്ങി, എല്ലാം കഴിഞ്ഞു. അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. കാരണം അത് അല്ലേ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയൊരു
ട്രോമയാണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും പുള്ളി മുടി വെട്ടി കളഞ്ഞല്ലോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഞാൻ പിന്നെയും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയൊക്കെ പിന്നെ എനിക്ക് വളരുന്നില്ല. പിന്നെ ആ കാര്യം അങ്ങ് വിട്ടു. പിന്നെ രാത്രി വീട്ടിലുണ്ടാവില്ല. സഹിച്ച എങ്ങനെയാന്ന് വെച്ചാല് എനിക്ക് സെക്കൻഡ് മദറാണുള്ളത്. അപ്പൊ ഞാൻ പുള്ളിക്കാരിനെ വിളിക്കുമ്പോ പറയും സഹിക്കണം, കെട്ടിച്ചു വിട്ടതാണ്, അപ്പൊ എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്കണം എന്നുള്ളൊരു രീതി, മെന്റാലിറ്റി. അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് എപ്പോഴും വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ല. അച്ഛൻ അന്ന് ജമ്മുവിലെങ്ങാണ്ടമായിരുന്നു. അച്ഛൻ 1 മാസത്തിലൊരിക്കലൊക്കെയാണ് കോൾ ചെയ്യുക. അപ്പം നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കും. അപ്പൊ ഞാൻ ഇത്രയും ദൂരെ ഇരിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ സങ്കടം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ കുഴപ്പമില്ല അച്ഛൻ, ഞാൻ ഹാപ്പിയാണ് എന്നിങ്ങനെ പറയും. എന്നിട്ടും പുള്ളിയെ ഞാൻ കുറെ മാറ്റാനൊക്കെ ശ്രമിച്ചായിരുന്നു. പക്ഷെ മാറിയില്ല. പുള്ളി കുറെ എക്സ്ട്രാ മെറൈറ്റൽ എന്താ പറയാ അഫയേഴ്സ് വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെ വീട്ടുകാർ മാറി താമസിക്കാനൊക്കെ പറഞ്ഞു. മാറ്റി താമസിപ്പിച്ചപ്പോഴത്തേന് ആൾക്ക് വീട്ടിൽ വേറെ ലേഡീസിനെ കൊണ്ടുവരേണ്ട ഒരു ലൈസൻസ് കിട്ടിയവരായി. വീട്ടുകാരുടെ അടുത്തുനിന്ന് പോകണ്ടായിരുന്നു എനിക്ക് പിന്നീട് തോന്നിയായിരുന്നു. വീട്ടിലിപ്പം അങ്ങനെ പുറത്തു പോകത്തല്ലേ ഉള്ളൂ. ഇതിപ്പം വീട്ടില് ആളെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ ഞാൻ അന്ന് ട്രിവാൻഡ്രം പോത്തീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്ലോർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വർക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പുറത്തെ ആന്റിമാര് പറയും മോളെ ഇന്ന് അവിടെ ആരോ വന്നിട്ടുണ്ടായിരുന്നു, കുറെ ലേഡീസ് വരുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡ് കൂടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് ആയിരിക്കും ആന്റി. ആദ്യം ഒരു ടിപ്പിക്കൽ എല്ലാം പൊത്തി വെക്കുന്ന ഒരു പെണ്ണ്, അത് ഹസ്ബൻഡിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെണ്ണെന്നുള്ള രീതിയിൽ ആന്റി ഫ്രണ്ടാണ് ആന്റി, എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടാ കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നല്ല, എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ ഹസ്ബൻഡ്. ഓ ആണല്ലേ. പിന്നെ അവരൊന്നും നമ്മുടെ കാര്യത്തിൽ ഒരു ഡിസ്റ്റൻസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരത്തില്ല എന്ത് സംഭവം. എനിക്കറിയാം ആളെന്നെ പറ്റിക്കുവാണ്, ഉറപ്പായിട്ട് എനിക്കറിയാം. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ചോദിക്കും എന്തേലും ഇങ്ങനെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ പറയും ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിനക്ക് പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ ഒരിക്കലും ഒരു നല്ലൊരു ഭാര്യ ആവാൻ ഞാൻ നല്ലൊരു ഭാര്യ തന്നെയായിരുന്നു. പക്ഷെ ആൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആളുടെ രീതികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആഫ്രിക്കയിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, നമ്മള് ഒരു കേരളത്തിലുള്ള ഒരു സ്ത്രീ തന്നെയല്ലേ ഞാൻ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ പുള്ളിക്കാരിനെ വിളിച്ചു, പുള്ളിക്കാരിയെ നേരിട്ട് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവാൻ പോവാണ്, ഇനിയെങ്കിലും വെറുതെ വിടണം. പുള്ളി കാണാൻ വന്നാലും അല്ലെങ്കിൽ പുള്ളിനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക. ഞാനല്ല നിന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത്. അവൻ എന്റെ വീട്ടിൽ ഇവിടെ എന്നെ കാണാൻ വന്നാൽ ഞാൻ പോകരുതെന്ന് ഞാൻ തിരിച്ചു വിടത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്. 8ഓളം സ്ത്രീകളെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ കുറെ കേസൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പൊ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ജീവിതം ഇതായല്ലോ, മനസ്സിലായത് ഇതെങ്ങോട്ടാണ് പോണേ. പിന്നെ 6 മാസമായി, 7 മാസമായി, 8 മാസമായി. ഇപ്പം വരുന്ന ബുധനാഴ്ചയാണ് ഇപ്പം ഡെലിവറിയുടെ ഡേറ്റ് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഈ പ്രശ്നം നടക്കുന്നത്. വീട്ടിൽ ഈ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. ഞാൻ കണ്ണാലെ കാണുന്നുണ്ട്. അപ്പം ഒരു വൈഫും കാണാൻ പറ്റാത്ത രീതിയിൽ ഞാനത് കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര എനിക്കറിയില്ല എനിക്കത്. അപ്പം എനിക്ക് നേരെ ഇരിക്കാൻ പറ്റില്ല, ഇത്ര പൊക്കല്ലേ ഉള്ളൂ. അപ്പം അന്ന് നല്ല തടിയാണ്. അപ്പം ഒരു 3.5 കിലോ ഉണ്ട്. മോനാണെന്ന് ഓൾറെഡി ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളെ തല്ലിയെന്നുള്ള ഒരു സത്യമാണ്. പിന്നെ ഞാൻ എന്താ പൂജിക്കണോ? എന്റെ ബെഡ്റൂമിൽ വേറൊരുത്തി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തു. അപ്പൊ പറഞ്ഞു നിന്റെ വൈഫ് എന്നെ തല്ലിയത് കണ്ടില്ലേ, ഇതാണോ നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു ഈ പുള്ളിക്കാരി ആളെങ്ങനെ ആക്കുവാണ്. അപ്പം അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് വാവയുടെ തല ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് അറിയാൻ പറ്റും ഏത് സൈഡിൽ എപ്പോ ഇരിക്കണം എന്നുള്ള എനിക്ക് അറിയാൻ പറ്റും. കറക്റ്റ് ഇങ്ങനെ കറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് എനിക്ക് അത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ നിന്ന് എന്നെ ഈ പുള്ളി പിടിച്ച് തള്ളി. നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ എനിക്ക് ബാലൻസ് പോയി, ഞാൻ കവിഴ്ന്ന് വീണു. അപ്പൊ അന്നേരം സാധാ നമ്മുടെ പൊക്കിൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കണമെന്ന് ആ സമയത്ത് പുറത്തേക്ക് ബൾജ് ചെയ്തിട്ടായിരിക്കുക. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല തടിയുണ്ട്. ഞാൻ വീഴുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് ബോധം പോകുമ്പോഴത്തേനും പുള്ളി അവളോട് പറയുന്ന നീ ഡ്രസ്സിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, കുറച്ച് സീനുണ്ട്, ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ബോധം പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ബോധം വരുന്നത് ICUലാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനായിരുന്നു, കുറച്ചധികം സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട്, കണ്ണ് പൊട്ടിപ്പോയി, ഫേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മെഡിക്കൽ വേസ്റ്റ് ആക്കുവാണ്, തരാൻ നിർവാഹമില്ല, അവരുടെ റൂൾസ് ആണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അതെല്ലാം കഴിഞ്ഞ് 17 ദിവസം ICUലുണ്ടായിരുന്നു ഞാൻ. ICUന്ന് വാർഡിലേക്ക് മാറ്റി. ദ വെരി നെക്സ്റ്റ് ഡേ ഈ പുള്ളിക്കാരിനെയും കൊണ്ട് വരുന്നുണ്ട്. പുള്ളിക്കാരിനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു എനിക്കിനി ഇന്ന വേണ്ട. ശരി, ഓക്കെ.
മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യാം, കുഴപ്പമില്ല പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു, നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചു. അത് ചോദിക്കണമല്ലോ, ആസ് എ പെണ്ണ് ചോദിക്കും. പിന്നെ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. അച്ഛൻ അറ്റാക്കായി. അതിൻ്റെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആരുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഈ ലേഡി പറഞ്ഞു അവർക്ക് എന്നെ നോക്കാൻ പറ്റില്ല, അവർക്ക് ഞാൻ ബാധ്യതയാണ്, അവർക്ക് ഇനി എന്നെ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ പോകാൻ പറ്റില്ല. എന്തായാലും സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പം ഭയങ്കര പ്രശ്നങ്ങൾ. ഞാൻ ഈ വേദന പിടിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ എന്തൊന്നും എനിക്ക് അറിയത്തോലുമില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഓരോരുത്തർ പ്രസവിച്ച് കുഞ്ഞാവനെ ഇങ്ങോട്ട് എടുത്തോടനെ ആ ആയുർവേദയിൽ പോകുന്നു, ഈ ആയുർവേദയിൽ പോകുന്നു, ആവി പിടിക്കുന്നു, അത് ചെയ്യുന്നു അതൊന്നും ചെയ്ത് എൻ്റെ ഓർമ്മയിലില്ല. അപ്പം അങ്ങനത്തെ ഒരു നോർമൽ ലൈഫേ എനിക്ക് പിന്നെ ലീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്തൂടെ എന്താ കാണണ്ടേ, എനിക്കിവിടെ ഒരു ടാറ്റു ഉണ്ട്, ഈ ടാറ്റു ഉണ്ട്, എനിക്കിവിടെ ഒരു ടാറ്റു ഉണ്ട്, ഈ ടാറ്റു ഉണ്ട്. ടാറ്റു കാണണം, ലോകത്തുള്ള എല്ലാവർക്കും ടാറ്റു കാണണം. അത് മാത്രമാണ് ഉള്ളത് ഇപ്പം. മനസ്സിലായോ? അല്ലാതെ എന്തുകൊണ്ട് ഞാൻ ഈ ടാറ്റു ചെയ്തു എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ ആരും ഇതാവില്ല. ആക്ച്വലി വയറ് മൊത്തം സ്ക്രാച്ച് ആണ്. എനിക്ക് സാരി ഉടുക്കണം എന്നുള്ള ഭയങ്കര മോഹമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. എനിക്ക് ചുരിദാർ എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഈ ടാറ്റു ഒക്കെ ഇങ്ങനെ അടിച്ചപ്പോ ആൾക്കാർ വിചാരിക്കും അവിടെ ടാറ്റു ഒക്കെ അടിച്ചിരിക്കുന്നു, കിട്ടും. എല്ലാരും കാണാറ്. കൂട്ടുകാരി ഇത്ര വിഷമമുള്ള ഒരാളാന്ന് അങ്ങനെയല്ല. കാരണം അതല്ല, ഇപ്പൊ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. കാരണം സോഷ്യൽ മീഡിയയിൽ എന്ത് കാണിച്ച് നിൽക്കുന്നവർ ഉള്ളിൽ ശരി ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ അവരാരും പറയുന്നില്ല. അത് മറയ്ക്കാൻ വേണ്ടി കുറെ സന്തോഷം അല്ലേ പക്ഷേ ആണ് പോണത്. ഇപ്പൊ നമുക്കിതിനെക്കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? സിനിമയാണെങ്കിൽ അത് കിട്ടും. 2 തവണ മരിക്കാനൊക്കെ നോക്കിയായിരുന്നേ. അതിലൊന്നും കാര്യമില്ല. 2 തവണ നോക്കി. ഞാനൊരു 22 പാരസെറ്റമോളൊക്കെ കഴിച്ചായിരുന്നു. അത് നമ്മള് അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ദൈവം തമ്പുരാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പോകും. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവൻ നമുക്കിതൊരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് കഴിയും. അപ്പോൾ തന്നെ നമ്മൾ മരിക്കുന്ന ചത്തുപോകും. അല്ലാണ്ട് മരണം ആയുസ് തീർന്ന് മരിക്കണമല്ല. അപ്പം നിങ്ങൾ മരിച്ചു കഴിയുമ്പോഴല്ലോ നിങ്ങൾ തെറ്റുകാരിയാക്കി ലോകം ചിത്രീകരിക്കും. ആ സമയത്ത് നിങ്ങൾ ജയിച്ച് കാണിക്കുക. അതാണ് ചെയ്യേണ്ടത് അല്ലേ? എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് പറയുക. ഇപ്പം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോയ ഇപ്പം ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ നിങ്ങൾ നല്ല നിലയിൽ വരുമ്പോഴല്ലോ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കും, ദൈവമേ അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ആ സൗഭാഗ്യം. ഈ പലരും ഇപ്പോൾ ഭാര്യമാരെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നുണ്ട് സ്വത്തിന് വേണ്ടി. അപ്പം ഞാൻ പേഴ്സണലായിട്ട് പേരൊന്നും പറയുന്നില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ പുള്ളിക്ക് ഭ്രാന്താണ്. ഏക്കർ കണക്കിന് സ്വത്തുള്ള എന്താ പറയുക ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ ചെയ്ത് അറിയാലോ. അപ്പോൾ ആ പുള്ളിക്ക് എവിടെയാണ്? ഇപ്പോൾ ജയിലിലാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവിക്കുമ്പോൾ എന്നൊരു സന്തോഷമായിട്ട് ജീവിക്കണം. ലീഗലി മൂവ് ചെയ്യാനൊന്നും നോക്കിയിരുന്നില്ലേ? ഇത്രയും ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട്. ഇല്ലടോ, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ. എത്ര ഏജ് ആയിരുന്നു ഇത് നടക്കുന്ന സമയത്ത്? അന്നേരം 21. ലൈക്ക് ഇപ്പൊ 19 വയസ്സെന്തോ ആയപ്പോഴേ കല്യാണം കഴിച്ചു. ആളുടെ വീട്ടിൽ പോയി 6 മാസം ആയപ്പോഴാണ് എൻ്റെ 20ാമത്തെ ബർത്ത്ഡേ. അപ്പൊ പലപ്പോഴും ഇപ്പൊ താങ്കൾക്ക് വന്ന സിറ്റുവേഷൻ ഇച്ചിരി കൂടി മെച്ചേർഡായ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി എന്താ ചെയ്യണ്ടേന്നുള്ളൊരു ബോധമെങ്കിലും അവർക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും 19 ഒരു ഫാമിലിയൊന്നും ഒരു പെൺകുട്ടിക്ക് എടുത്ത് തലയിലോട്ട് വെച്ച് കൊടുക്കരുത്. അവർക്ക് അതിനുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള ഒന്നും ഉണ്ടാവില്ല, ഒരു ധൈര്യം ഉണ്ടാവില്ല. ഞാനൊക്കെ എന്ത് ചെയ്യണമെന്ന്, കാരണം എനിക്ക് സങ്കടം പറഞ്ഞ കാര്യം അമ്മ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയില്ല. അപ്പം ഈ പലപ്പോഴും പ്രഗ്നൻ്റ് ആവുമ്പോൾ മദർഹുഡിൻ്റെ സമയത്തും അതിന് ആഫ്റ്റർ ആയിട്ടും പല രീതിയിലും നമുക്ക് സ്ട്രെസ്സും ഹോർമോൺ ഇംബാലൻസും ആ ഒരു ഇമോഷൻ ഇംബാലൻസ് ഒക്കെ വരും. അപ്പം അങ്ങനത്തെ സമയത്ത് എന്താ ചെയ്തിരുന്നത്? ആ ഒരു സമയത്ത് ഇത്രയും ഇഷ്യൂടെ ഇടയിൽ അതും കൂടെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആവണല്ലോ. അപ്പം എന്താ ചെയ്തിരുന്നത്? അല്ല, വാവ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ജോബിന് പോകാൻ തയ്യാറായത്. അല്ലാതെ വെറുതെ വീട്ടിൽ ഇരുന്ന് എപ്പോഴും തല്ലും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബെൽറ്റിന് അടികളൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആള് കൈ ബാക്കിലേക്ക് കെട്ടി വെച്ചിട്ടായിരിക്കും തല്ലുന്നത്. അപ്പോൾ എനിക്ക് എണീറ്റ് പോകാൻ പോലും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പോത്തീസിൽ പോയിരിക്കുന്നത്. അവിടെ ആകുമ്പോൾ 8:30 പഞ്ച് ചെയ്ത് ഇറങ്ങിയാൽ മതി.
രാവിലെ ഒരു 10 കയറിയാൽ രാത്രി 8 വരെ ഇവിടെ നിങ്ങൾ എറണാകുളം തന്നെയായിരുന്നു? ട്രിവാൻഡ്രം പോത്തീസിലായിരുന്നു. കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ലീഗലി മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചില്ലേ? ഇല്ലടോ, ഞാൻ അയാള് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. സാരമില്ല, പോട്ടെ, കുഴപ്പമില്ല. വലിയൊരു മനസ്സ് തന്നെയല്ലേ എന്തായാലും അല്ലേ? ആള് ജീവിച്ചോട്ടെ. അത് കാരണം തൊട്ടതിനും പേരിന് ആൾക്കാർ കേസ് കൊടുക്കാനും ഇല്ലേ ഭായി? ഞാന് ആരും പ്രേമിച്ചിട്ടില്ല. അച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട് എനിക്ക് പ്രേമിക്കാൻ പേടിയായിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച ആളാണ്. അപ്പോൾ കുഴപ്പമില്ല, അത് പോട്ടെ. ഇനി അത് ഓർത്ത് ഇനി ഒരുപാട് അല്ല, ഇപ്പോഴും ഇതേപോലെ അനുഭവിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുണ്ട്. നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അതായത് ഇങ്ങനെ ഭർത്താവിന് അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയുന്നവർക്ക് ഇങ്ങനെ എല്ലാം സഹിച്ച് നിൽക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? സഹിച്ച് നിൽക്കരുത്. ആരടുത്തെങ്കിലും ഓപ്പണായിട്ട് പറയാൻ ആരോടെങ്കിലും പറയണമെന്നുള്ളതാണ്. എനിക്ക് പറയാൻ ആരും ഇല്ലാതിരുന്ന് ഞാൻ നേറിയതുപോലെ ഇനി ആരും അങ്ങനെ എന്നെ പോലെ ആരും ഉണ്ടാവരുതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. അത്രേ ഉള്ളൂ. അല്ല, പക്ഷെ ആളുകൾ ഇപ്പൊ ഈ പറയുന്ന പോലെ വീട്ടുകാരെ പേടിച്ചും സമൂഹത്തെ പേടിച്ചും ഇതേപോലെ സഹിച്ച് നിൽക്കുന്നത്. അതെ, എന്നോട് സഹിച്ച് നിൽക്കാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്റെ മാക്സിമം ഞാൻ നിന്നിട്ടും ഉണ്ട്. പക്ഷെ ഒരു മൊമെന്റ് എത്തിയപ്പോഴത്തേനും ഹസ്ബൻഡിന് വേറെ സ്ത്രീകളോട്, ഒരു സ്ത്രീയൊന്നും അല്ല, വേറെ സ്ത്രീകളോട് ബന്ധമുണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് സെക്ഷലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ തൊടിയിക്കില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മൾക്ക് ഇടയിലുള്ള പ്രശ്നം. പിന്നെ എനിക്ക് പേടിയായി, പുള്ളിയെ കാണുന്നതിന് എനിക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ എനിക്ക് ഞാനെ സ്നേഹിക്കാൻ പറ്റൂല. എനിക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോ ആൾക്കാർ ചോദിക്കും ആരാ വന്നേന്നൊക്കെ. അപ്പൊ എല്ലാം മൂടി വെച്ച് ഇരിക്കും, ആരോടൊന്നും പറയില്ല. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടൊരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ വൈഫ് എന്താണ് ചെയ്യുന്നത് അതേപോലെ എല്ലാം മൂടി വെച്ച് ചെയ്തിരുന്നു. പലപ്പോഴും സ്ത്രീകൾക്ക് ഏറ്റവും പറ്റുന്നത് തെറ്റതല്ലേ? എന്ത് നടന്നാലും ഇപ്പൊ ഈ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ചുറ്റും കേൾക്കാറുണ്ട് ന്യൂസിലൊക്കെ. അവരൊക്കെ ചെയ്യുന്നത് ഇതന്നെയല്ലേ? ഇങ്ങനെ അന്നത്തെ കാലത്ത് ഈ അവിഹിതം ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല. കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് മാത്രമേ ഭർത്താവിന് വരുന്ന കോൾസ് അറിയാൻ പറ്റുള്ളൂ. ഭർത്താവ് അന്ന് രാത്രി വന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയിരുന്നു നമുക്ക് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ പോലെ ആ ഒരു 12 വർഷം മുന്നേ, എനിക്കിപ്പോൾ 32 വയസ്സ് തുടങ്ങി. അപ്പം ആ അത്രയും വർഷം മുന്നേ സോഷ്യൽ മീഡിയ ഇങ്ങനെ വളർന്നിട്ടില്ല. എനിക്കന്നൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ല. ഓക്കെ, ഇപ്പം ഞാൻ ഈ 75K ഉണ്ടാക്കിയത് ഈ ഒരു 1.5 കൊല്ലം കൊണ്ടാണ്. അന്നൊന്നും എനിക്ക് മൊബൈൽ പോലും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ വിളിക്കണമെങ്കിൽ ആളുടെ വീട്ടിലെ ലാൻഡ് ലൈൻ എടുക്കുമ്പോൾ തന്നെ ആൾ മിക്കപ്പോഴും പറയും, അടുത്ത് വന്ന് നിൽക്കും. ഞാൻ എന്താ പറയണമെന്ന് കേൾക്കാൻ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ ആളുടെ അമ്മ അവിടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ പലപ്പോഴും പറ്റാറില്ല. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരിയുണ്ട്, സൗമ്യ. അവൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് അച്ഛമ്മയോടെങ്കിലും പറയണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അച്ഛമ്മയോട് പറഞ്ഞാലും അച്ഛമ്മ പിറ്റേ ദിവസം കാണാൻ വരാറുണ്ടായി. 2 തവണ കാണാൻ വന്നിരുന്നു. പിന്നെ പുള്ളിക്കാരി വന്നിട്ടില്ല. പുള്ളിക്കാരി ഹെറിഡിറ്ററി ആണ്. ഇപ്പോൾ ഞാൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. എൻ്റെ അച്ഛൻ, അച്ഛമ്മ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാർട്ടിൽ ഈ 2 ബ്ലോക്ക് വീതമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പറ്റില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. എനിക്ക് ഇമോഷണലി താങ്ങാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ആരെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ ആരെങ്കിലും ഫോൺ വിളിച്ച് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ തന്നെ എൻ്റെ വാട്സപ്പിൻ്റെ ബ്ലോക്ക് ലിസ്റ്റ് ഇപ്പോൾ 750 പേരുണ്ട്. ഞാൻ ഓപ്പൺ അപ്പ് ആയപ്പോഴത്തേക്ക് അവർ പറയല്ലേ, കുഴപ്പമില്ല, ഇപ്പൊ ഇത്രയും വർഷമായില്ലേ, ഇപ്പൊ അവർക്ക് ഓൺ ടൈം യൂസിനെങ്കിലും വേണം, അതായത് ചില്ല് ചെയ്യണം, അവരുടെ കൂടെ ഞാൻ ഹോട്ടൽ റൂമിൽ പോകണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പം ഒരു ശരി, ഓക്കെ, ഭർത്താവില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിംഗിൾ ആയിട്ട് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് മെന്റലി അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നമ്മുടെ ദേഹത്ത് തൊടാതെ നമുക്ക് 24 മണിക്കൂർ ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് ജീവിച്ചിരിക്കുന്ന സാക്ഷി ഞാനാണ്. ഞാൻ മാത്രമാണ് സത്യം. എനിക്ക് പേടിയാണ്. ഞാൻ ഈ തടി കുറച്ചിട്ട് ഇപ്പൊ 4.5 വർഷമായി. എനിക്ക് 84 കിലോ തടി ഉണ്ടായിരുന്ന ആളാ. തടി ഉണ്ടായിരുന്നപ്പോൾ ഒരു പട്ടുകുഞ്ഞു എന്നെ നോക്കത്തില്ല. എനിക്കറിയാം, നോക്കിയിട്ടുമില്ല, ഇങ്ങനത്തെ ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, എനിക്കറിയാം, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ 4.5 വർഷം കൊണ്ട് അനുഭവിക്കുന്ന കുറേ ട്രോമാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത്, എനിക്ക് ഒരാളോട് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പേടിയാണ്. ഇപ്പോൾ ഞാൻ ക്ലോസ് ആയി അറ്റാച്ച് ആയിട്ട് സംസാരിച്ചാൽ പുള്ളി ആ ഒരു രീതിക്ക് എന്നെ കുറിച്ച് വിചാരിക്കുമോ എന്നുള്ള ഒരു മെന്റാലിറ്റി കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ ജഡ്ജ് ചെയ്യാറുണ്ട് ആൾക്കാരെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മുടി വെട്ടി, ടാറ്റൂസ്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരും അല്ലടോ. നമ്മൾ ആരും ജഡ്ജ് ചെയ്യാൻ ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു യോഗ്യത ഉണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ഒരാളെ ചൂണ്ടുമ്പോൾ ബാക്കി 3 ഇങ്ങടെ ഇരിക്കണത്. അപ്പം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പോൾ
ഇപ്പൊ എന്താ എനിക്ക് ഒരാളെ ഹഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പേടിയാണ്. ദൈവമേ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള അതിന്റെ ഒരു കോൺസിക്വൻസ് ഞാൻ ആലോചിക്കുമ്പം വേണ്ട, ഞാൻ എന്നെ തന്നെ തനിയെ ഹഗ് ചെയ്തോളാം. പിന്നെ ഈ ഫേസ് കണ്ടിട്ട് ഒരു നടിയെ ഒന്ന് ഇത് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ സുല്ലു പറഞ്ഞാലേ പറയുള്ളൂ. ഈ ഫേസ് കണ്ടിട്ട് പറയാൻ പറ്റുമോ? നിക്ക് അവര് പറയട്ടെ. ഈ ഫേസ് കണ്ടിട്ട് ഒരു താരത്തിന്റെ ലുക്ക് ഉണ്ട്, പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അവർക്ക് പെട്ടെന്ന് കിട്ടില്ല. എനിക്കറിയാം. പറ ഏത് പടത്തില് ഏത് പറ. ആ ഈ കന്നഡ കൂടെ നോക്കി കഴിഞ്ഞാൽ മറ്റേ ഇത് കാണില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ പോലെ ഒരു പടമല്ലേ ഡബിൾസിന് നായിക്കില്ലേ? ഡബിൾസ് ഡബിൾസിന് നായിക്കില്ലേ? പിന്നെ വേറെ പടം പറ. നാദിമല്ല, ഇത് ഞാൻ പറയട്ടെ. ഷംന കാസിം അത് മുടി വെട്ടിയോണ്ട് ഫ്ലാഷ് സിനിമയിലൊക്കെ ഫ്ലാഷ് സിനിമയിലെ ലുക്ക് അനുസരിച്ചാണെങ്കിൽ അത് ഓക്കെയാണ് ആണല്ലേ? ഷംന കാസിം, നാദിയമ്മ ഇതിന്റെ ലുക്ക് ഉണ്ടല്ലേ? അപ്പൊ ശരി ആണോ? നോക്കട്ടെ. ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകള് ഇമോഷൻ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്ന പോലത്തെ ഇമോഷൻസ് ഓട്ടോമാറ്റിക് പേടി വരും. പേടിയുണ്ടല്ലോ, മെൻ എന്നുള്ളൊരു പേടിയുണ്ട്. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. എനിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. എല്ലാരും അങ്ങനെയാണെന്നുള്ള ഒരു ഒറ്റ ക്യാപ്ഷനിലായി എന്റെ മൈൻഡ്. 8 കൊല്ലമായില്ലേ ഇപ്പോ. ഒബ്വിയസ്ലി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഒരു സ്ത്രീയാണ് ഫീൽ വരും. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് അവരോടൊരു ഇൻട്രസ്റ്റും ഒരു ലവ് എന്നുള്ളൊരു രീതിയിലോട്ടും വരാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? സിംഗിൾ ആയിട്ട് താമസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പൊ ബിഗ് ബോസിലുള്ള 2 വ്യക്തികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബിയോണ്ട് സിസ്റ്റർഹുഡ് അങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ ലൈഫിലോട്ട് വരികയാണെങ്കിൽ ബിയോണ്ട് സിസ്റ്റർഹുഡ് അങ്ങനെ ഒരു ഫീല് വരുമോ? ലൈക്ക് സ്ത്രീകളായിരിക്കും സ്ത്രീകളെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഞാൻ ചില സമയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, ഞാൻ നമ്മുടെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് പോയി എൻ്റെ കുറച്ച് ബുക്സൊക്കെ എടുത്ത് കുറച്ച് പേപ്പറൊക്കെ എടുത്ത് പോയി ഇരുന്ന് എഴുതാറുണ്ട്. അപ്പോൾ കൂടുതലും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവളോട് കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവാമായിരുന്നു, ജസ്റ്റ് അവളെ ഹഗ് ചെയ്യാമായിരുന്നു. ജസ്റ്റ് അടുത്തിങ്ങനെ പറ്റത്തില്ല, അടുത്തിങ്ങനെ ഇരുന്ന് ഹഗ് ഇങ്ങനെ അടുത്തിരിക്കുന്നത് തന്നെ ഭയങ്കര ഫീലിംഗാ എന്നെയൊക്കെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് 8 വർഷത്തോളം ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഒരേ സ്പേസിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നിരിക്കെ ഇപ്പം എനിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് അറിയാതെ ഞാൻ എൻ്റെ മനസ്സ് ഞാൻ കൊടുക്കും, ഞാൻ സ്നേഹിച്ചു പോകും എന്നുള്ളതാണ്. നമുക്കത് അറിയാതെ വന്നു പോണതാണ് ആ ഒരു ഫീലിംഗ്. നമ്മുടെ ഒറ്റപ്പെടൽ ബ്രേക്ക് ചെയ്യാൻ അവര് നമുക്ക് ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ സ്നേഹിച്ചു പോണതാണ്, അത് സംഭവിച്ചു പോണതാണ്. അല്ലാതെ മനഃപൂർവ്വം എനിക്ക് ഒരു പെണ്ണിനെ പ്രേമിക്കണം, എനിക്കൊരു ലെസ്ബിയൻ ആവണം എന്ന് പറഞ്ഞ് ആരും ആവുന്നതല്ല, അത് ഹാപ്പൻസ് ആയി പോണതാണത്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി എൻ്റെ ലൈഫിൽ എന്നെ കെയർ ചെയ്യുന്ന, എന്നെ കേൾക്കുന്ന, എനിക്ക് പറയാൻ പറ്റുന്ന, എന്നെ കേൾക്കുന്ന ഒരു പെൺകൊച്ച് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സ്നേഹിച്ചു പോകുന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് വേണ്ട ആണ് വരണ്ട. എൻ്റെ ട്രോമ എന്ന് പറയുന്നത് എന്താ പറയാ, പുരുഷ വെറുപ്പിന്റെ അൾട്ടിമേറ്റ് പീക്ക് എന്നാണ് ഞാൻ ഒറ്റപ്പെട്ടത്. അപ്പൊ പറയുമായിരിക്കും ഞങ്ങൾ എല്ലാ പുരുഷന്മാരും ഒന്നല്ല, കുറെ പേര് പറയാറുണ്ട്, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പറയാറുണ്ട് എല്ലാ പുരുഷന്മാരെയും ഇങ്ങനെ ഒരുമിച്ച് ടാഗ് ചെയ്ത് വീഡിയോ ഇടരുത് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും പറ്റത്തില്ല, അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ട്രോമയാണത്, എൻ്റെ മനസ്സിൽ കിടക്കുന്ന ട്രോമയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഇപ്പൊ എൻ്റെ വാക്കുകളല്ല, ഒരു പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്താണ്, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ചില്ലുകുപ്പി, അതിനകത്ത് നമ്മൾ കുറച്ച് ചെളി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചോ. അപ്പം കുറെ കഴിയുമ്പോൾ ആ വെള്ളം മേൽഭാഗം തെളിയുമായിരിക്കും, പക്ഷേ പിന്നെയും നമ്മുടെ ട്രോമ എന്ന് പറയുന്നൊരു പ്രശ്നം, ആ ഒരു കുപ്പി ഷെയ്ക്ക് ആകുമ്പോൾ പിന്നെയും അത് ഫുള്ള് കുപ്പി ട്രോമ ആവില്ലേ? അതേ ഉള്ളൂ. അതിനേക്കാളും നല്ലത് മൂവ് ഓൺ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മുടി വെട്ടി കുറച്ച് ബോൾഡ് ആവാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ ഇരുന്ന് പറയാൻ തീരുമാനിച്ചു. ചേട്ടൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, പലവരും എന്നെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്, ക്രിട്ടിസൈസും ചെയ്യാറുണ്ട്. ശരിയല്ല ജഡ്ജ്, പിന്നെ അവള് ശരിയല്ല, അവൾക്ക് വൈറ്റ് ടാറ്റു ഒക്കെ ഉണ്ട്, നെഞ്ചത്ത് ടാറ്റു ഒക്കെ ഉണ്ട്, അവള് ശരിയല്ല, എത്ര പേര് പറഞ്ഞേക്കും. ടാറ്റു കുത്തുന്നവരെല്ലാം മോശമാണെന്ന് പറയാൻ യോജിക്കുന്നില്ല അല്ലേ? എത്ര പേര് ടാറ്റു കുത്തുന്ന ആണുങ്ങളും കുത്തുന്നുണ്ട്, ലേഡീസും കുത്തുന്നുണ്ട്, പ്രായമായവര് ഇപ്പം ഒരു 40 ഏജ് കഴിഞ്ഞ ചേച്ചിമാരെല്ലാം ടാറ്റു കുത്തി കിടക്കുന്നുണ്ട് അല്ലേ?
അത് വീട്ടമ്മമാര് അങ്ങനെ അത് മോശമായിട്ടല്ല അത് ഇപ്പൊ തന്നെ ഞാൻ നിക്കുന്നിടത്ത് നീ എന്തിനാ കണ്ണു വരയ്ക്കുന്നേ, നീ എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നേ, ഒരു കാര്യം എത്ര പേര് ചോദിച്ചെന്നറിയോ? ഒന്നുമില്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ, അപ്പൊ ഭർത്താവില്ലാത്ത സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എത്രയോ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? വെള്ള സാരി കൊടുത്തു കൊടുക്കുന്നത്. ആ ഭർത്താവില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് ഇത്ര ആഡംബരം പാടില്ല, നീ എന്തിനാ കളർ സാരി കൊടുക്കണം എന്ന് ചോദിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓണത്തിന് ഞാനൊരു പട്ടുസാരി ഉടുത്തപ്പോ ഞാൻ കാണിച്ചു തരാം. എന്റെ ഓണത്തിന്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ആ സാരി ഉടുത്തപ്പോ എന്തിനും ഇങ്ങനെ ഒരുങ്ങി പോകുന്നു ഞാൻ നിക്കുന്ന അടുത്തുള്ള സെക്യൂരിറ്റി ആന്റി ചോദിച്ചതാണ്. അവര് ഇനി കണ്ടാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. ആ അയ്യോ ഭർത്താവില്ലാത്തല്ലേ, ഓണാഘോഷത്തിനൊക്കെ പോകുന്ന ആഘോഷത്തിനൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ആന്റി ഞാൻ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോൻ മരിച്ചു പോയെന്നേ ഉള്ളൂ, ഞാൻ മരിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞു. അങ്ങനത്തെ രീതിയിൽ കുറെ പേരിനെ കാണുന്നുണ്ട്. ചിലവര് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതായത് ഈ കാലില് ചരട് കെട്ടുന്നത് ലേഡീസില്ലേ അവരിതാണെന്ന് പറയാം, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാലിൽ ചരട് ബ്ലാക്ക് ചരട് കെട്ടിയിട്ടെങ്കിൽ നടക്കൂല്ലോ, ചെറിയ ലേഡീസ് ഈ കുട്ടിയുടുപ്പൊക്കെ ഇട്ടിട്ട് നടക്കൂല്ലോ, അപ്പൊ ചരട് കെട്ടും. അപ്പൊ അതെന്താണ്? അപ്പൊ ചിലവരോട് ചിലതിന്റെ സിഗ്നലാന്നൊക്കെ പറയാം. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും എന്താണെന്നറിയില്ല, ഏറെ അറിയാവുന്ന ചോദിച്ചത്. എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ അല്ലേ കാലിലൊരു ചരട് കെട്ടുന്നവര്. അപ്പൊ ഒരു മോശം രീതിയിൽ കുറെ പേര് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. ആണുങ്ങളെ പെണ്ണുങ്ങളെ പലപ്പോഴും ഒബ്ജക്ടിഫൈ ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും? അങ്ങനെ പ്രധാന കാരണം ലൈക്ക് നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ അതിലൊക്കെ ഉള്ളൊരു രീതി മൊത്തം നോക്കുവാണെങ്കിൽ മലയാളം സിനിമയാണെങ്കിലും സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും ഓണത്തിന് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയതിനാണ് ഞാൻ ഈ കളർ സാരി ഉടുക്കണം എന്തിനാന്ന് ചോദിച്ചത്. മനസ്സിലായോ? ഞാൻ ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ, ഞാൻ എന്തിനാ ഇങ്ങനെ കളർ സാരി ഉടുക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ ഞാനൊരു കാര്യം പറയാട്ടോ, തുറന്നു പറയാം. ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു. കണ്ടായിരുന്നോ? അതും 1.2 മില്യൺ കണ്ടോ കിട്ടിയായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ചില കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് കണ്ടാലും കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അതല്ല സുഹൃത്തെ, ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് ചിലതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനും നമ്മുടെ കൂട്ടുകാരികൾ ആരെങ്കിലൊക്കെ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ കുറെ തെറി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ വരുന്നു. പക്ഷെ ഇവിടെ ഷെഡിയും ബ്രായും മാത്രം ഇട്ട് നിൽക്കുന്ന പല ഫോട്ടോസിന്റെ താഴെ ഞാൻ നോക്കുമ്പോൾ ലവ് ചിഹ്ന, ഒരു തെറിയില്ല. അതായത് മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒരു കയ്യെ പിടിച്ച് കറക്കുന്ന എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നത്, അതിന്റെ അടിയിൽ തെറി. ഇതുപോലത്തെ വൾഗറായ ഫോട്ടോസിന്റെ താഴെ ലവ് ചിഹ്നം. മോഡലിംഗ് അല്ല, അതെന്താണ് എന്ന് എനിക്കിതുവരെ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. അതല്ല പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്ജക്ടിഫൈ ചെയ്യാനല്ലേ നിങ്ങൾ അത്തരത്തിലുള്ള. അതല്ല ഞാൻ പറഞ്ഞത്, അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. അതല്ല, അതിനെ കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ലക്ഷ്യത്തിലേക്ക് എത്താൻ അടുത്ത വർഷത്തേക്ക് എത്തുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ സമ്മതിച്ചത് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പക്ഷെ നിങ്ങൾ അവിടെയും ചെയ്യുന്നത് വിമനെ ഒബ്ജക്ടിഫൈ ചെയ്യാന്നുള്ള ഒറ്റ സംഭവം തന്നെ. പക്ഷെ നമ്മൾ അവരെ ഒരു ഇത് വീഡിയോ ചെയ്യുന്നു പറഞ്ഞാൽ അത്ര ഇതല്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു, അവർക്ക് വരുന്ന കമന്റ് എന്താണ്, നിങ്ങൾ കൂടെ ചെയ്യുന്നവർ അങ്ങനത്തെ തരത്തില് വീഡിയോ ചെയ്യുമ്പോഴും അവർക്ക് വരുന്ന കമന്റും നെഗറ്റീവ് തന്നെയാ. ഇവിടെ പോസിറ്റീവ് വരുന്നില്ലോ. എല്ലാവരും ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കും നെഗറ്റീവ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല ആർട്ടിസ്റ്റുകൾക്ക്, അതായത് ചാരിറ്റി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഉദ്ദേശത്തിലല്ല ചെയ്യുന്നത്, പക്ഷെ നിങ്ങളും ഒരു തരത്തില് വിമനെ ഒബ്ജക്ടിഫൈ ചെയ്യാന്ന് തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ നമസ്കാരം. അപ്പോൾ എന്തായാലും സന്തോഷം. കാരണം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി കണ്ണകിയുടെ ഒരു എന്താ പറയുക, അടുത്തിടെ ഒരുപാട് സങ്കടം വന്നു. കാരണം എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് നമ്മളെ കരയിപ്പിച്ചു ഉള്ള കാര്യം പറയാനും. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഞാനൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ 2 സിനിമ ചെയ്യാൻ സാധിച്ചത് കേട്ടോ. ഗുലാൻ്റെ തട്ടുകട എന്ന് പറയുന്ന മൂവി, പിന്നെ അതുപോലെ തന്നെ പ്ലാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തളർത്താൻ വേണ്ടി ഒരുപാട് പേര് നോക്കും. അതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തിയിരിക്കും. ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മളെ ചവിട്ടി എറിഞ്ഞവരുണ്ടല്ലോ, തീർച്ചയായിട്ടും ഒരു നിമിഷമെങ്കിലും ഓർക്കും, അയ്യോ ഇതെൻ്റെ വൈഫാലോ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു നീറലുണ്ടാവും. മനസ്സിലായില്ലേ? അത് നമ്മൾ തെളിയിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇയാൾ നല്ല സോഷ്യൽ പ്രവർത്തനങ്ങളും ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതായിട്ട് പറഞ്ഞല്ല, ഞാൻ വ്യക്തിപരമായിട്ട് വീഡിയോസ് കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും മുന്നോട്ട് പോട്ടെ, നല്ല ലക്ഷ്യത്തോടെ മുന്നോട്ട് പോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒതുക്കിയാണ് അല്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ചേട്ടാ അതിന് പറയണ്ട, ഞാൻ കരഞ്ഞു പോകുന്നു പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അമ്മയില്ല, അങ്ങനെ എന്തോ അല്ലേ
വിളിച്ച് കഴിഞ്ഞപ്പോൾ പറ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പിന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒരുപാട് പേര് വന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഒരാൾ വന്നപ്പോൾ ഞെട്ടിപ്പോയി. നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ കാമവാഹിനി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്താണ് കാമവാഹിനി സോഷ്യൽ മീഡിയയിൽ. പക്ഷെ അവർ ആ ഒരു സംഭവം അറിഞ്ഞപ്പോൾ അത്ര ദൂരേന്ന് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷേട്ടൻ നോക്കണ്ട, ഞങ്ങൾ വന്നിട്ടാ പോവുള്ളൂ. ഒരു നല്ല മനസ്സിനോട്ടമ്മ എന്നെ വ്യക്തിപരമായിട്ട് അവർ വന്നിട്ട് ചെറിയ സഹായവും ചെയ്തിട്ട് പോയി. അതൊക്കെ നമുക്കൊരു അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് നന്മയുണ്ട് അല്ലേ? പക്ഷേ ആ നന്മ ആരും കാണുന്നില്ല. മനസ്സിലായില്ലേ? അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് പല സഹായങ്ങളും ചെയ്യണ്ട. അവർ പറഞ്ഞോണമെന്നല്ലായിരിക്കും ചെയ്യണത്. അതൊന്നും പണം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം ഞാൻ പറയാതെ എന്തായാലും മുന്നോട്ട് നല്ല രീതിയിൽ പോവുക. 1,00,000-ലെത്തും. ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളൊക്കെ കൂടെ ഉണ്ടാവും അല്ലേ? എന്താ രാജശ്രീക്ക് പറയാനുള്ളത്? ഇങ്ങനെ സിംഗിൾ ആയിട്ട് താമസിക്കുന്ന ഒരാള് എന്ന നിലയില് എന്താ പെൺകുട്ടികളോട് പറയാനുള്ളത്? യൂസ് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. അറിഞ്ഞും കൊണ്ട് എന്നെ പോലെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ പോണം. എന്റെ ഇരട്ട പേര് വരാലെന്നാണ് കേട്ടോ. വരാല നേരല്ല മൊഴിന്ന് നമ്മളറിഞ്ഞ മൊഴിയാണ് പിടിച്ചാൽ കിട്ടാ തെന്നി പോവാ. വരാല് പിന്നെയും പിടിക്കാം. ഒരു കടി കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. നല്ല സ്ട്രഗിൾ ഉണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്കറിയാം. തീർച്ചയായിട്ടും. എന്താന്ന് വെച്ചാൽ കുറച്ചൊക്കെ ബോൾഡ് ആവുക. ഇന്നത്തെ കാലത്തെ ഉള്ള പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ച് വെച്ചിട്ടുള്ളവരെന്ന് എനിക്കറിയാം. എന്റെ കൂടെ താമസിക്കുന്നവർക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളുണ്ട്. ആക്ച്വലി അവരത് പറയുന്നത് അവർക്ക് സമയം പോകാനാണെന്ന്, ബോറടി മാറ്റാനാണെന്നുള്ളതാണ്. ഇപ്പം ഒരാളുടെ കൂടെ ഇരുന്ന് അത് യൂസ് ചെയ്യുവാണെങ്കിൽ അടുത്ത ആളുടെ കൂടെ അവര് വേറെ വൈബിനാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ എന്താണ്? അപ്പം ഇതിൽ ശരിക്കും നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട്? ഇല്ല. എല്ലാവർക്കും സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള സാധനമാണ് ഇപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പുരുഷനെയും ആരും യൂസ് ചെയ്യരുത്, ഒരു സ്ത്രീകളെയും അങ്ങനെ മോശമായിട്ട് കാണുകയും ചെയ്യരുത്. അത്രേ ഉള്ളൂ. ആരുടെ ഇമോഷൻ വെച്ച്, മെയിനായിട്ടും മെന്റൽ ഇമോഷൻസ് വെച്ച് കളിക്കരുത്. നമ്മുടെ സൈക്കിക്ക് പോട്ടെ, നമ്മുടെ ഫിസിയോ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാം പോട്ടെ, അത് നമ്മുടെ ആ ഒരു യെസ് നോ ആ ഒരു 2 വാക്കിൽ തീരുന്നു. പക്ഷെ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ഇമോഷൻ വെച്ച് ആരും കളിക്കരുത്. അത്ര പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അപ്പം എന്തായാലും എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അഭിലാഷ് ആട്ടയം ഫ്രം മൂവാറ്റുപുഴ. താങ്ക്സ്. ബൈ ബൈ. മന്ദാകിനി ഫ്രം കണ്ണകി ഫ്രം കൊച്ചി, എടപ്പള്ളി.